ഏവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി മലയാളം പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടത്തുന്ന നിങ്ങളെ സഹായിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പരീക്ഷയുടെ ക്രിസ്മസ് പരീക്ഷയ്ക്കും മറ്റു പരീക്ഷകൾക്കും ഒരേപോലെ പ്രാധാന്യമുള്ള ഒരു പാഠമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പല ബോർഡ് പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിച്ച ഉപന്യാസ ചോദ്യം നമ്മളിന്ന് കാണാൻ പോകുന്ന ഈ വീഡിയോയിൽ നിന്നാണ്. ആ പാഠഭാഗം ഈ വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 8 മാർക്ക് 6 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏവർക്കും ശ്രദ്ധയോടെ പാഠഭാഗത്തേക്ക് കിടക്കാം. പ്രശസ്ത ചെറുകഥാകൃത്ത് ഗ്രേസി എഴുതിയ ഗൗളി ജന്മം എന്ന കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഗൗളി ജന്മം എന്ന കഥയിലേക്ക് കടക്കും മുമ്പ് എഴുത്തുകാരിയെക്കുറിച്ച് ഒന്നോ രണ്ടോ വാക്കുകൾ. സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് സ്ത്രീകളുടേതായ പ്രശ്നങ്ങൾ ചിത്രീകരിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുന്ന ധാരാളം എഴുത്തുകാരികൾ മലയാളത്തിനുണ്ടായിട്ടുണ്ട്. ലളിതാംബിക അന്തർജനം, സാറ ജോസഫ് എന്നിവരുടെയൊക്കെ പാത പിന്തുടർന്ന് സ്ത്രീയുടെ സത്വം സമൂഹത്തിലേക്ക് കൊണ്ടുവരാനും സ്ത്രീക്ക് തുല്യ പ്രാധാന്യം പുരുഷനൊപ്പം ഉണ്ടെന്ന് ബോധവൽക്കരണം നടത്തുവാനും അവരുടെ കൃതികൾ സഹായിച്ചിട്ടുമുണ്ട്. നമ്മൾ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാലും വാസ്തവത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി എഴുതുന്ന ഗ്രേസിയുടെ മനോഹരമായൊരു കഥയാണ് നമ്മൾ കാണുന്നത്. മറ്റ് ചെറുകഥയിൽ നിന്ന് ഇതിനുള്ള ഒരു സവിശേഷത, 2 ഗൗളികൾ, പല്ലികൾ കഥ പറയുന്നതായ ഒരു വീക്ഷണകോണിലൂടെയാണ് കഥ നീങ്ങുന്നത്. ചെറുകഥ പേര് സൂചിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഒരൊറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കാവുന്ന കഥയാണ്. കഥാപാത്രങ്ങൾ കുറവായിരിക്കും. ഏത് വ്യക്തിക്കും ആസ്വദിക്കാവുന്ന തരത്തിൽ ലളിതമായ പ്രതിപാദന രീതി കഥയിലേക്ക് കടക്കാം. ആശുപത്രിയിൽ ഏതെങ്കിലും ഒരിക്കൽ ചികിത്സയ്ക്ക് വിധേയരാകാത്തവർ നമ്മളിൽ ആരും തന്നെ ഉണ്ടാവില്ല. എത്ര വിരസമായ ആശുപത്രി ദിനങ്ങളാണെങ്കിലും നമുക്കത് കഴിച്ചു കൂട്ടാതിരിക്കാനും പറ്റില്ല. ആശുപത്രിയിലെ ഒരു മുറിയിലേക്ക് കഥാകാരി നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അവിടുത്തെ ചുവരുകളിൽ പറ്റിപ്പിടിച്ച് കയറിയ 2 പല്ലികൾ, ഒരു ആൺ ഗൗളിയും ഒരു പെൺ ഗൗളിയും. അവരുടെ ശ്രദ്ധ ആ കിടക്കയിൽ കിടക്കുന്ന ഒരു യുവാവിലേക്ക് തിരിയുന്നു. യുവാവ് ആകെ ക്ഷീണിതനാണ്. രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറെ അനുഭവിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കാൽ കീഴിൽ ഒരു യുവതി ഇരിക്കുന്നു. അവളുടെ കണ്ണുകളിൽ ശൂന്യത മാത്രം. ആ സമയത്ത് അവരെ സന്ദർശിക്കാൻ വേണ്ടി ഒരു വ്യക്തി എത്തുന്നു. ആഗത മുറിയിലേക്ക് പ്രവേശിച്ചതോടെ മുറിയിലാകെ ഇരുട്ട് പരക്കുന്നു. നമ്മൾ വായിച്ചിട്ടുണ്ട്, നല്ല ആളുകൾ പാർക്കുന്ന ഇടം നന്നാവും. ചിലപ്പോൾ ആഗതയുടെ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ടാവാം. എന്തായാലും കഥാകാരി ഈ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആഗതയുടെ വരവോടെ ആ പ്രകാശം നിറഞ്ഞ ആശുപത്രി മുറിയിലേക്ക് ഇരുട്ട് വ്യാപിച്ചതുപോലെ തോന്നി. അവര് ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകൾ ഒട്ടും ഇല്ലാതെ പട്ടുസാരിയും അണിഞ്ഞു വന്ന് യുവതിയുടെ പരിചയക്കാരിയാവാം. യുവതിയോട് ഒരു ദയയും കൂടാതെ യുവാവിനെ കുറിച്ച് പറയുകയാണ്. അയാൾ താമസിയാതെ മരണപ്പെട്ടേക്കാം. ആഗതയുടെ ഒരു കസിനും ഇതുപോലെ ആക്സിഡൻറ്റിൽപ്പെട്ട് മഞ്ഞപ്പിത്തം ബാധിച്ചാണ് മരിച്ചത്. യുവാവിന് ഇനി അധികം നാളുകളില്ല. ഒരുപക്ഷെ നീ ഗർഭിണിയാണെങ്കിൽ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്തേക്കുക. അച്ഛനില്ലാത്ത ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നിനക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം നീ ഒന്നുകൂടി ആലോചിക്കുക. എത്ര മനുഷ്യത്വമില്ലാത്ത ഒരു സ്ത്രീയാണെന്നവർ നമുക്ക് വായനക്കാർക്ക് മനസ്സിലാവും. സ്ത്രീയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് യുവതിക്ക് പ്രത്യേകിച്ച് ഒരു വികാരവുമില്ല. ഇത് കേട്ട വഴിക്ക് ചുവരിലിരുന്ന പെൺപല്ലി പ്രതിഷേധ ശബ്ദത്തിൽ നിഷേധിച്ച് തലയാട്ടി. അവൾ അറിയാതെ ചലിച്ചുപോയി. അവളുടെ സുഹൃത്തായ ആൺപല്ലി പറഞ്ഞു, നീ ഒന്ന് ശാന്തയായിരിക്കുക. മനുഷ്യർ വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും അവർക്ക് അന്ധവിശ്വാസങ്ങളിൽ ഇപ്പോഴും അവർ മുഴുകുന്നുണ്ട്. ബുധനാഴ്ച ദിവസം തെക്കു പടിഞ്ഞാറ് ഭാഗത്തിരുന്ന് പല്ലി ചലിച്ചാൽ ബന്ധുക്കൾക്ക് മരണമെന്നാണ് മനുഷ്യർ വിശ്വസിക്കുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഇത് കേട്ട് പെൺപല്ലിക്ക് വിഷമമായി. അല്പസമയം കഴിഞ്ഞ് ഡോക്ടറും സഹായകരും കൂടി പരിശോധനയ്ക്ക് എത്തുന്ന സമയമായപ്പോൾ
ആഗത പുറത്തേക്ക് ഇറങ്ങി. ഡോക്ടർ വന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ആൺ പല്ലിയോട് പറയുകയാണ്, ഇതാ ഈ കടന്നു വരുന്ന ഡോക്ടറാണ് ഈ ചെറുപ്പക്കാരനെ മരണത്തിലേക്ക് നയിക്കാൻ മുഖ്യ കാരണക്കാരൻ. പെൺപല്ലി ചോദിച്ചു, എന്താണത് അങ്ങനെ പറയുന്നത്? ഞാൻ നിന്നോട് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഡോക്ടർ കിഷോർലാൽ എന്ന ഒരു ഡോക്ടറെ നിനക്കറിയോ? അവൾ പറഞ്ഞു, എനിക്കറിയില്ല. അതാരാണ്? അദ്ദേഹം പറഞ്ഞു, പൊൻകുന്നം വർക്കി എന്ന മലയാളത്തിലെ പ്രസിദ്ധ കഥാകൃത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കഥയിലെ ഡോക്ടറാണ്. അദ്ദേഹം കടുത്ത ഈഗോയിലൂടെ കടന്നുപോയ ഒരാളാണ്. എങ്കിലും വൈകിയ വേളയെങ്കിലും അദ്ദേഹത്തിന് തൻ്റെ തെറ്റുകൾ മനസ്സിലായി. ഇതുപോലെ ആക്സിഡൻറ്റിൽ പെട്ടുവന്ന ഈ യുവാവിന് ഈ ഡോക്ടർ ഒരു ഫിസീഷ്യനെ കാണാൻ ആവശ്യപ്പെടുകയായിരുന്നെങ്കിൽ, റെഫർ ചെയ്തിരുന്നെങ്കിൽ ഈ യുവാവ് രക്ഷപ്പെടുമായിരുന്നു. അദ്ദേഹത്തിന് ചികിത്സയ്ക്കിടെ മഞ്ഞപ്പിത്തം പിടിപെട്ടാൽ അറിയാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ ഡോക്ടർ തന്നെയാണ് ഈ യുവാവ് മരിച്ചാൽ അതിൻ്റെ ഉത്തരവാദി. നമ്മുടെ എല്ലാ ആശുപത്രിയിലെയും ചികിത്സാ രീതിയെയും കുറ്റപ്പെടുത്തുകയല്ല കഥാകാരി ചെയ്യുന്നത്. എങ്കിലും എവിടെയെങ്കിലും ചില അസ്വാരസ്യങ്ങൾ, ചികിത്സയിലെ പാകപ്പിഴവുകൾ, ഡോക്ടർമാരുടെ മനസ്സിലുള്ള ചില ചിന്തകൾ, ഞാനാണോ വലിയത്, നീയാണോ വലിയത്? അപ്പോൾ ആതുര ശുശ്രൂഷ രംഗത്തെ ചില പ്രശ്നങ്ങൾ ഈ കഥയിലേക്ക് ഗ്രേസി കൊണ്ടുവരുന്നു. അതിനുശേഷം ഡോക്ടറും പരിവാരങ്ങളും പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ ആൺഗൗളി പെൺഗൗളിയോട് പറഞ്ഞു, നീ ചിന്തിക്കുക, ഈ യുവാവ് അല്പസമയത്തിനകം മരിക്കും. അപ്പോൾ അവളെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ യുവാവ് ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ യുവതിയോട് ചോദിക്കുകയാണ്, ആരതി, എത്ര നല്ല പേരാണെന്ന് ചിന്തിക്കുക, ആരതി, എൻ്റെ കുഞ്ഞിനെ നീ കൊല്ലുമോ അതോ വളർത്തുമോ? അവളൊന്നും മറുപടി പറയുന്നില്ല. യുവതിയുടെ കണ്ണിൽ നിന്ന് അശ്രുക്കൾ വീണതല്ലാതെ അവൾ നശിപ്പിക്കുമെന്നോ പറയുന്നില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ പെൺപല്ലിക്ക് ആഘോഷമായി. യുവാവിൻ്റെ അവസ്ഥ കണ്ട് അവൾ ആൺഗൗളിയോട് ചോദിക്കുകയാണ്, ഈ ഡോക്ടർമാർക്ക് ഈ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധിക്കാമായിരുന്നല്ലോ. ആൺപല്ലി പറഞ്ഞു, ശ്രീ ബുദ്ധന് മനുഷ്യൻ്റെ ഇപ്പോൾ ഹൃദയത്തിനല്ല പ്രാധാന്യം, അവൻ തലച്ചോറിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ മനുഷ്യർ അങ്ങനെയാണ്. ആശയം നോക്കാം. മാനുഷികമായ നല്ല വിചാരങ്ങൾ, മൂല്യങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് കടന്നുപോയി. അവിടെ ഇപ്പോൾ ബുദ്ധിക്കാണ് പ്രാധാന്യം. ഇന്ന് മനുഷ്യനെ ബുദ്ധിയും ചിന്തയും ഭരിക്കുന്ന കാലം. നല്ല നല്ല മാനസിക വികാരങ്ങൾ ഹൃദയത്തിൽ നിന്ന് പൊയ്ക്കളഞ്ഞു. ശ്രീ ബുദ്ധനെ കുറിച്ച് ആൺ ഗൗളി പറയുന്നത്, ശ്രീ ബുദ്ധന് ബോധി വൃക്ഷ ചുവട്ടിൽ ഇരുന്നപ്പോൾ ബോധോദയം ഉണ്ടായി. നിനക്ക് അത്ര പോലും കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലല്ലോ. താൻ മുൻജന്മത്തിൽ ഒരു വലിയ എഴുത്തുകാരനായിരുന്നു മലയാളത്തിലെ. അതുകൊണ്ടാണ് തനിക്ക് പൊൻകുന്നം വർക്കിയെക്കുറിച്ചും കിഷോർലാലിനെ കുറിച്ചുമൊക്കെ അറിയാൻ സാധിച്ചത്. പെണ്ണുങ്ങൾക്ക് അതിനുള്ള കഴിവ് പോലും ഇല്ലല്ലോ. ആ പുരുഷൻ്റെ ഉള്ളിലുള്ള അഹന്ത അറിയാതെ പുറത്തേക്ക് വന്നു. പെൺഗൗളി തൻ്റെ ഭർത്താവിനെ സശ്രദ്ധം നോക്കി. അവൾ സംശയം ചോദിച്ചു, ശ്രീബുദ്ധനോ എന്തുകൊണ്ടാണ് അദ്ദേഹം ബോധിവൃക്ഷത്തിൻ്റെ ചൂട്ടിൽ പോയി ഇരുന്ന് ധ്യാനിച്ചത്? ആൺഗൗളി പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൻ്റെ സങ്കടങ്ങൾക്ക് കാരണം പ്രാപഞ്ചിക സത്യങ്ങൾ അറിയാനും പ്രപഞ്ചത്തിൻ്റെ സങ്കടങ്ങളെ കാരണങ്ങൾ അറിയാനും വേണ്ടിയാണ് അദ്ദേഹം പോയി ധ്യാനിച്ചത്. എന്നിട്ട് പ്രപഞ്ചത്തിൻ്റെ സങ്കടങ്ങൾക്ക് പരിഹാരം അദ്ദേഹം കണ്ടെത്തി. എന്താണ് അദ്ദേഹം പറഞ്ഞു? ഗൗളി പറഞ്ഞു, ആൺഗൗളി പെൺഗൗളിയോട് പറഞ്ഞു, മമതയാണ് അഥവാ ആഗ്രഹമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. മനുഷ്യന് ഒടുങ്ങാത്ത ആഗ്രഹങ്ങളാണ് അവനെ ദുഃഖങ്ങളിലേക്ക് നയിക്കുന്നത്. അവൾ പറഞ്ഞു, നിങ്ങൾ ആണുങ്ങൾക്കും ശ്രീബുദ്ധനും ഒക്കെ ഇതറിയാൻ വേണ്ടി കുറേ ബുദ്ധിമുട്ടേണ്ടി വരും. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അടുക്കളയിൽ കഴിയുന്ന ആ 4 ചൂരുകൾക്കുള്ളിൽ കഴിയുന്ന ഞങ്ങൾക്ക് അതിൻ്റെ ഉത്തരം പെട്ടെന്ന് കിട്ടും. ഇത്രമാത്രം ആലോചിക്കേണ്ട ആവശ്യമില്ല. ദുഃഖങ്ങൾ മാറ്റിയാലേ ശാന്തി കിട്ടുമെന്നും മനുഷ്യൻ്റെ മമതയാണ്, ആഗ്രഹമാണ് എല്ലാ സങ്കടങ്ങൾക്കും കാരണമെന്ന്
ഞങ്ങൾക്കറിയാം. ശ്രീബുദ്ധൻ ഭാര്യയെയും മകനെയും വേർപെട്ട് രാജ്യം ഉപേക്ഷിച്ച് ഈശ്വരനിൽ ലയിക്കാൻ വേണ്ടി ധ്യാനിച്ചിരുന്നത് പോലെ അത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അവളുടെ മനസ്സിലേക്ക്, പെൺവല്ലിയുടെ മനസ്സിലേക്ക് അറിയാതൊരു ചിന്ത വന്നു. എന്തുകൊണ്ട് പുരുഷന്റെ അഹന്തയിൽ നിന്ന്, അടിച്ചമർത്തലിൽ നിന്ന് ഒരു മോചനം ഞങ്ങൾക്കും ആയിക്കൂടാ? അങ്ങനെ ഇരിക്കുന്ന സമയം ആ യുവാവ് മരിച്ചു. ആൺഗൗളി പെൺവല്ലിയോട് പറഞ്ഞു, നോക്കൂ, ആ യുവാവ് മരിച്ചു കഴിഞ്ഞു. താമസിയാതെ ഈ മുറിയിൽ ആളുകൾ വരും. ഇവിടെ കരച്ചിൽ കേൾക്കാം, ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ. ഇത് കേട്ട വഴിക്ക് അവൾ ആകെ അസ്വസ്ഥയായി. അവളൊന്നും ചിന്തിക്കാതെ അവനോട്, സുഹൃത്തിനോട് പറഞ്ഞു, നോക്കൂ, ഞാൻ എത്രയും വേഗം ഈ സ്ത്രീയുടെ, ഭർത്താവ് നഷ്ടപ്പെട്ട ഈ സ്ത്രീയുടെ ബാഗിനുള്ളിൽ കയറിക്കൂടാൻ പോവുകയാണ്. ഹേ, നീ മണ്ടത്തരങ്ങൾ പറയരുതേ, നീ എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകേണ്ടവളല്ലേ, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? പെൺവല്ലി യാതൊരു ദയയും കൂടാതെ ആൺ സുഹൃത്തിനോട് പറഞ്ഞു, നിന്റെ മക്കളുടെ അമ്മയാവാൻ ഏത് പെൺവല്ലിക്കും സാധിക്കും. പക്ഷേ ഈ സ്ത്രീ അവളുടെ കുഞ്ഞിനെ വളർത്തുമോ കൊല്ലുമോ എന്ന് അറിയേണ്ടത് എൻ്റെ കടമയാണ്, അതെനിക്ക് മാത്രമേ സാധിക്കൂ എന്നും പറഞ്ഞ് യാതൊരു ദയയും ഇല്ലാതെ ആ സ്ത്രീയുടെ ബാഗിനുള്ളിലേക്ക് അവൾ കയറിപ്പറ്റി. കുട്ടികളെ, ശ്രീബുദ്ധൻ പ്രപഞ്ച സത്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ച്, രാജ്യവും ഉപേക്ഷിച്ച് ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ധ്യാനിച്ചിരുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണോ എന്തോ പുരുഷന്റെ അഹന്തയ്ക്ക് കൃത്യസമയത്ത് പെൺവല്ലി ഒരു മറുപടി കൊടുക്കുന്നു. കഥാകൃത്തായ ഗ്രേസിയുടെ അഭിപ്രായമാണിത്. നിങ്ങൾക്കും ചിന്തിക്കാം. പുരുഷനും സ്ത്രീയും തുല്യരാണെന്ന തിരിച്ചറിവ് ഉണ്ടാവണം, ക്ഷമയുണ്ടാവണം, സഹനമുണ്ടാവണം, സ്നേഹമുണ്ടാവണം. എങ്കിലും കുടുംബം നന്നാകും. നമ്മൾ പാഠത്തിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. പരീക്ഷയെ സംബന്ധിച്ച് ചോദ്യോത്തരങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പോഴത്തെ മനുഷ്യർ തലച്ചോറിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്, ഹൃദയത്തിനല്ല. സന്ദർഭം ഏത്? നമ്മൾ കണ്ടു, ആഗത ആ യുവതിയോട്, നിന്റെ വയറ്റിൽ എങ്ങാനും ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുക, അതിനെ തന്തയില്ലാത്ത കുഞ്ഞ് എന്ന് നാട്ടുകാർ വിളിക്കാൻ ഇടയാവരുത്, വളർത്തിക്കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ പ്രതിഷേധ ശബ്ദത്തിൽ പെൺവല്ലി ചിലിക്കുന്നുണ്ട്. അപ്പോൾ ആൺവല്ലി ദേഷ്യപ്പെട്ട് പറയുന്നു, നീ മിണ്ടാതിരിക്കുക. ബുധനാഴ്ച തെക്കു പടിഞ്ഞാറ് ഭാഗത്തിരുന്ന് നമ്മൾ ചിലച്ചാൽ മനുഷ്യർ വിശ്വസിക്കുന്നത് ബന്ധുക്കൾക്ക് മരണമുണ്ടെന്നാണ്. മനുഷ്യർ ഇപ്പോൾ ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ടല്ല, അത് പണ്ട് അവർ തലച്ചോറിനാണ് പ്രാധാന്യം. ബന്ധങ്ങളിൽ, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടായ ഏറ്റക്കുറച്ചിലാണ് പല്ലിയുടെ സംസാരത്തിലൂടെ കഥാകൃത്ത് സൂചിപ്പിക്കുന്നത്. ഹൃദയബന്ധങ്ങൾ ശക്തമാകുമ്പോഴാണ് അവിടെ ഐക്യമുണ്ടാകുന്നത് എന്ന സൂചന കുട്ടികളിലേക്ക് എത്താൻ സഹായമായ ഒരു വചനം. അടുത്ത ചോദ്യം, ആതുര ശുശ്രൂഷ രംഗത്തെ കാപട്യം തുറന്നു കാട്ടുന്ന കഥയാണ് ഗൗളി ജന്മം. വ്യക്തമാക്കുക. എല്ലാ ആതുര ആലയങ്ങളെയും ഉദ്ദേശിച്ചല്ല, സമൂഹത്തിലെ ചില ആതുരാലയങ്ങളെങ്കിലും തീർച്ചയായിട്ടും കച്ചവട ലാഭത്തോടെ നടത്തുന്നവയുണ്ട്. അവിടെ ഉള്ള വ്യക്തികൾ തമ്മിലുള്ള മാത്സര്യത്തിന് ഇരയായി മാറുന്നത് നിസ്സഹായരായ രോഗികൾ മാത്രം. പഠിച്ച വിദ്യ ഫലപ്രദമാക്കാൻ മനസ്സും ശരീരവും ഒരുപോലെ പ്രവർത്തിക്കേണ്ട സമയത്ത് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന നല്ല ഡോക്ടർമാരെയാണ് നമുക്ക് ആവശ്യം എന്ന ബോധ്യമാക്കുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ഡോക്ടർ കിശോരലാൽ പൊന്നുകുന്നം വർക്കിയുടെ കഥാപാത്രം, അദ്ദേഹത്തിന് വൈകി വന്ന ബുദ്ധിയെങ്കിലും ഈ കഥയിലെ ഡോക്ടർക്ക് ഉദിച്ചില്ല. അഥവാ ഉദിച്ചെങ്കിലും അദ്ദേഹം അത് ഫിസീഷ്യനോട് റെഫർ ചെയ്യാൻ സർജൻ തയ്യാറാവുന്നില്ല. മൂന്നാമത്തെ ചോദ്യം, ഗൗളി ജന്മം എന്ന കഥയിലൂടെ ഗ്രേസി അവതരിപ്പിക്കുന്ന സാമൂഹിക വിമർശന തലം എന്ത്? ഉപന്യാസ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം. മുൻ പരീക്ഷകൾക്ക് ആവർത്തിച്ചു വന്ന ചോദ്യമാണിത്. കഥയിലേക്ക് കടക്കുമ്പോൾ തന്നെ നാം കാണുന്നുണ്ട്, രണ്ട് ഗൗളികളുടെ വീക്ഷണകോണിലൂടെ മനുഷ്യർക്ക് സാധിക്കാത്ത ചില കാര്യങ്ങൾ ഈ ഗൗളികൾക്ക് വരെ സാധിക്കുമെന്ന സൂചന. മനുഷ്യർ പറയാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ കാണുന്നു. ആതുര ശുശ്രൂഷ രംഗത്തെ തെറ്റായ ചില പ്രവണതകൾ കഥയിലേക്ക് കൊണ്ടുവരുന്നു. പുരുഷന്റെ അഹന്ത കഥയുടെ
ഇടയ്ക്കിടെ ചിത്രീകരിക്കുന്നുണ്ട് ആൺവല്ലിയുടെ സംസാരത്തിലൂടെ. ഏറ്റവും ഒടുവിൽ നാം കാണുന്നുണ്ട് ജീവിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് പറ്റാത്ത കാര്യങ്ങൾ ഇവിടെ പെൺവല്ലി തീരുമാനമെടുക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാകാൻ ഏത് പെൺവല്ലിക്ക് സാധിക്കും? ഇവിടെ ഈ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ വളർത്തുമോ എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതെനിക്ക് മാത്രമേ സാധിക്കൂ. ഇങ്ങനെ ഈ കഥയുടെ വിവിധ പശ്ചാത്തലത്തിലൂടെ വായിക്കാൻ ശ്രദ്ധിക്കുക. ഒടുവിലത്തെ ചോദ്യം, ഗൗളി ജന്മത്തിലെ പെൺഗൗളി KR മേരിയുടെ ഓർമ്മയുടെ ഞരമ്പിലെ സ്ത്രീയിൽ നിന്ന് വ്യത്യസ്തയാകുന്നത് എങ്ങനെ? +1 ആദ്യത്തെ വർഷം നിങ്ങൾ പഠിച്ചു KR മേരിയുടെ മനോഹരമായൊരു കഥ ഓർമ്മയുടെ ഞരമ്പ്. അതിലെ വൃദ്ധയ്ക്ക് ഒരു യൗവനകാലം ഉണ്ടായിരുന്നു, ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ജീവിച്ചു തീർക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ആ പാവം സ്ത്രീ ഒരു എതിർപ്പും പറയാതെ സഹനത്തിലൂടെ ഒരു കുടുംബം നന്നാക്കാൻ ശ്രമിച്ചു. ഡൽഹിയിൽ പിതാവും കുഞ്ഞുങ്ങളും മറ്റെല്ലാവരും പോകുന്നു എന്ന് അറിഞ്ഞിട്ടും പശുക്കളെയും നോക്കി വീടിൻ്റെ സംരക്ഷണം നോക്കിയിരുന്ന ആ വൃദ്ധയായ സ്ത്രീയെ പോലെ അല്ല ഈ ഗൗളി ജന്മത്തിലെ സ്ത്രീ കഥാപാത്രമായ വല്ലി. അവൾക്ക് അവളുടേതായ ചിന്താഗതിയുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഈ വീഡിയോ ഫലപ്രദമാകുമെന്ന വിശ്വാസത്തോടെ നിർത്തട്ടെ. നന്ദി.